നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുഞ്ഞി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഇട്ടുണ്ടായിരുന്ന 2 വീഡിയോയും ഞാൻ മുഖാമുഖം നിങ്ങളോട് നോക്കിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കണ്ട് നല്ല സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതൊക്കെ പാത്രത്തിലാക്കി വെക്കുകയാണ്. ഇപ്പോൾ പാത്രം കഴുകാനുള്ള നേരമില്ലാത്തതുകൊണ്ട് മടി പിടിച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചതിന് ശേഷമാണ് കുപ്പിയിലെല്ലാം ആക്കി ഇടുന്നത് കേട്ടോ. ഈ കടല, ചെറുപയർ, സോയ അതൊക്കെ ഞാനിങ്ങനെ കഴിയും തോറും വാങ്ങി വെക്കും. ഇവിടെ കുട്ടികൾക്ക് പച്ചക്കറിയെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം ഇത് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആക്കും. പിന്നെ അച്ഛൻ്റെ കാര്യം അറിയാലോ, ചപ്പാത്തിയാണ് ചോറിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കറികൾ വെക്കുമ്പോൾ മാറി മാറി ഇതൊക്കെ പരീക്ഷിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. നമ്മൾ ഒത്തിരി പേര് കണ്ടു, കുറേ പഴയ വ്യൂവേഴ്സൊക്കെ കുറേ കാലമായിട്ട് പോയി കിടക്കുന്ന കുറേ വ്യൂവേഴ്സൊക്കെ വന്നു, കുറേ കമൻറ്റ് ഇട്ടു. ഏകദേശം ഒരു 90% കമൻറ്റ്സ് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ബാക്കി ഒത്തിരി കമൻറ്റ്സ് വരുമ്പോഴേ, അതായത് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു എനക്കം ഇല്ലാണ്ട് ആളെനക്കം ഇല്ലാണ്ട് ഇരിക്കുന്ന കമൻറ്റ് ബോക്സ് പെട്ടെന്ന് അങ്ങോട്ട് നിറച്ച് കമൻറ്റ് വരുമ്പോൾ ആകെ കൂടി ഒരു സന്തോഷമാണോ എന്താ പറയാൻ പറ്റില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ കമൻറ്റ് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ്സ് ഇടണം, എന്തെങ്കിലും പറഞ്ഞോളൂ. പിന്നെ വിമർശിക്കാം, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഒരിക്കലും ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വിമർശിക്കരുത്, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരിക്കലും നമ്മളെ ഈ കമൻറ്റ് ബോക്സ് എപ്പോഴും ഭയങ്കര ക്ലിയർ ആണ്, അങ്ങനത്തെ മോശം കമൻറ്റ്സ് ഒന്നും എനിക്ക് വരാറില്ല എന്ന്. അതെന്തോ ദൈവാധീനം. അപ്പം സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കി വെച്ചപ്പോൾ അവിടെ കുറേ പൂവൊക്കെ ചെയ്തു. കടുക് വാങ്ങിയത് കുറച്ച് പോയി കേട്ടോ. അപ്പം ഞാനത് തുടച്ചിരിക്കുകയാണ്. അമ്മ പറയാറുണ്ട് കടുക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ കലഹം ഉണ്ടാവുമെന്ന്. ഇനി കടുക് ഞാൻ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട വെച്ച് തുടച്ചു. പിന്നെ ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനെ അറിയാമല്ലോ, ചപ്പാത്തിയാണ് രാവിലെ കൊടുത്തയച്ചത്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് സാലഡ് ഉണ്ടാക്കുകയാണ്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് 2 കോഴിമുട്ട പുഴുങ്ങാനിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. സോയ ചങ്ക്സും കൂടെ ഞാൻ ഈ സാലഡിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുള്ള വെള്ളം വെച്ചിട്ട് മാവ് തിളച്ച് വരുമ്പം സോയ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, പക്ഷേ എടുത്തതിൻ്റെ ഫുള്ള് ഞാൻ ഉപയോഗിച്ചില്ല. അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്ത, ബാക്കി ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തത് കേട്ടോ, വൈകുന്നേരത്തേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കറിയൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള വെച്ചിട്ടാണ് ഞാനിപ്പം ഉണ്ടാക്കുന്നത്. ക്യാബേജ് മാത്രമേ ഇരിക്കുന്നുണ്ട്. ക്യാബേജ് എപ്പോഴും ഞാൻ പച്ചക്കറി മേടിക്കുമ്പോൾ ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. ഉണ്ണിക്ക് ക്യാബേജ് കൊണ്ടുള്ള ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്ഥിരം ഉപ്പേരി ശൈലിയാണ് കേട്ടോ. നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ചതച്ചിട്ട് എടുക്കില്ലേ, എന്നിട്ടൊക്കെ കൂടി പുരട്ടിയിട്ട് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കില്ലേ, ആ ഉപ്പേരി ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എത്ര ഉണ്ടാക്കിയാലും അവൻ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പം ചോറിക്കിപ്പോൾ കറിയൊന്നും വെച്ചില്ലെങ്കിലും ഉപ്പേരി ഉണ്ടായാലും അവൻ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ക്യാബേജ് വെക്കാറുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ വേവിക്കാത്ത ക്യാബേജ് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ എനിക്ക് സാലഡും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഇത് തന്നെയാണ്. എന്നാലും എനിക്ക് ഇത്തിരി ഒന്ന് വേവിച്ചിട്ടുള്ള കഴിക്കുന്ന ഫുഡാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എപ്പോഴും പിന്നെ നമുക്ക് ഇങ്ങനെ വിശപ്പ് വരുമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കുക്കുംബർ പണ്ടൊന്നും കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറച്ചൊരു തരി 1 സ്പൂണൊക്കെ എടുത്ത് കുറച്ച് മോരിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഈ കുക്കുംബറും ക്യാരറ്റും കൂടെ അതിന് മുകളിൽ ഈ മോര് പുരട്ടി കൊടുത്തിട്ട് അങ്ങനെ കഴിക്കും. എന്നുവെച്ചാൽ എനിക്ക് പച്ചക്കാണ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ കഴിച്ച് ശീലമാവും തന്നെ. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഇട്ട് അതിനകത്തേക്ക് കുറച്ച് സബോള ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ചെറുനാരങ്ങയുടെ നീരും അതെല്ലാം കൂടി ചേർത്ത് സോയയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുകയാണ്. പിന്നെ പുഴുങ്ങിയ മുട്ട 4 കഷ്ണാക്കി മുറിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. അപ്പോൾ എൻ്റെ പച്ചക്കറിയൊക്കെ തീർന്നിട്ടായിരിക്കണേ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് മല്ലിയുടെ ഇലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കുണ്ടല്ലോ. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് സാലഡ് ഇങ്ങനെ പച്ച ടേസ്റ്റ് അല്ലേ എടുക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനം മടുക്കൂട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ അത് മാറാനാണ് എരിവുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് അത് പോവും മനം മടുപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ചില്ലി ഫ്ലാക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മുഴുവനൊന്നും ഞാൻ കഴിക്കില്ല, പകുതി കഴിക്കുള്ളൂ. പിന്നെ ഉണ്ണിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ബാക്കി
പകുതി ഞാനും പകുതി അവനും അങ്ങനെയാണ് ഇത് എടുത്തത് കേട്ടോ. അപ്പം ഞാൻ കഴിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ഒരു സംഭവബഹുലമായ ദിവസമായിരുന്നു കേട്ടോ. അതിൻ്റെ തലേ ദിവസം ഇപ്പം നമ്മൾ ബിഗ് ബോസ് കാണലുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ബിഗ് ബോസ് കണ്ടിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവില്ല വീട്ടിൽ അമ്മയ്ക്ക് ഇഷ്ടമാവുക. അപ്പം ഞങ്ങളിങ്ങനെ ചർച്ചകളൊക്കെ ഗ്രൂപ്പിൽ നടത്തുമ്പോൾ ഈ ബിഗ് ബോസ് കണ്ടാലത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും നമ്മൾ എപ്പം മിണ്ടാണ്ടിരിക്കും കേട്ടോ. പക്ഷേ ബിഗ് ബോസ് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരും, നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേ തീരുള്ളൂ എന്ന് തോന്നും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അതായത് നമുക്കിപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളായാൽ തന്നെ നമുക്ക് അതൊന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാനും അമ്മയും തമ്മിൽ ഇങ്ങനെ അമ്മയും ഇപ്പൊക്കെ കമൻറ്റ് ഇടുമ്പോൾ നമുക്കിങ്ങനെ ആർഗ്യുമെൻറ്റ്സ് പോലെ വലിയ അടിയൊന്നുമല്ല എന്നാലും വരും കേട്ടോ. അപ്പോൾ അമ്മ അറിയും നീ ബിഗ് ബോസിൽ പൊക്കാൻ, നിനക്ക് ബിഗ് ബോസിൽ പോകാനുള്ള എല്ലാ കഴിവുണ്ട് പറയും എൻ്റെ അമ്മ. അങ്ങനെ എന്തോ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞ എന്തോ അവർക്ക് ഫീൽ ആയിട്ടുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വല്ലാണ്ട് കിടന്ന് പിന്നെ അതിൻ്റെ മുകളിൽ സംസാരിച്ച് വീണ്ടും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഞാൻ അത് അപ്പം മിണ്ടാണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുത്തതിൻ്റെ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബാങ്കിൽ പോകാണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കഴിഞ്ഞ് അങ്ങനെ അമ്മേനെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു, തുണികൾ തിരുമ്പിയതൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി ബാങ്കിൽ പോവാണ്, വീട്ടിൽ പോവാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോഴേക്കും പിന്നെ ഒക്കെ ഓക്കെ ആയി കേട്ടോ. നമ്മൾ പിന്നെ ചട്ടിയും കാലം ആകുമ്പോൾ തട്ടിമുട്ടിയിരിക്കുന്നു പറഞ്ഞ പോലെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോഴത്തേനും ഒക്കെ ഓക്കെ ആയി, പിന്നെ സമാധാനമായി. അങ്ങനെ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വരിക ചെയ്തേ. അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കുമോ വെച്ചിട്ട്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്ക് പ്രൊമോഷനായിട്ട് കുറേ പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ ഉപയോഗിക്കില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അടുക്കളയിൽ ഉപയോഗിക്കാൻ കുറച്ച് പാത്രങ്ങൾ അത്രേ വേണ്ടൂ. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോയിൽ പണ്ട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും പഴകിയ പാത്രം 2019 മുതൽ ഉപയോഗിക്കുന്നതാണ്. മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി അയച്ചതാണ്. നമ്മളെ ഫോളോ ചെയ്യുന്ന പണ്ട് മുതലുള്ള ആൾക്കാർക്ക് ഇത് കണ്ടുണ്ടാവും. അപ്പം ഞാൻ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കുറേ നമ്മളിങ്ങനെ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന കേടുപാടുകൾ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനൊരു ലിഡ് ഉണ്ടായിരുന്നു, അതിപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ പാത്രം ഞാൻ കൂടുതലും മോരേറി വയ്ക്കാൻ അങ്ങനത്തെ കറിയൊക്കെ എളുപ്പത്തിൽ പെട്ടെന്നാക്കുന്ന കറികളൊക്കെ വെക്കാനാണ് ഈ പാത്രം എടുക്കാറുള്ളത്. ഇത് ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയ പാത്രമാണ്. ഇതിനും ഒരു ലിഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൻ്റെ ലിഡ് കേടായിപ്പോയി കേട്ടോ. ഇൻഡസ് വാലിയുടെ പാത്രങ്ങളിൽ ലിഡ് പെട്ടെന്ന് കേടാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ലിഡും പെട്ടെന്ന് കേടായിപ്പോയി. പക്ഷേ ഞാൻ വേറെ ഏതെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു കടായി എന്ന് പറയുന്നത് ഇൻഡസ് വാലിയുടെ തന്നെ ഒരു കടായിയാണ്, ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കണം. അത് ഈ ഒരു കോട്ടിങ്ങുള്ള ബ്ലൂ കോട്ടിങ്ങുള്ള കടായിയാണ്. ഇതിങ്ങനെ ഉള്ളിത്തോല് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. കൂടുതൽ കുട്ടികളാണ് ഇത് ഉപയോഗിക്കുക. എടുക്കാൻ എളുപ്പത്തിന് അവരെ മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ല അവരുടെ കുക്കിംഗ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഉണ്ണി വെച്ചൊക്കെ ഈ പാത്രം എടുക്കുക. കനമില്ലാത്തതുകൊണ്ട് എന്തെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ കോട്ടിങ് പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ ഗുണമില്ലാത്തൊരു പാത്രമാണത്. പിന്നെ എൻ്റെ ഫ്രൈ പാൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് മേയർന്ന് എനിക്ക് അയച്ചെന്ന് തന്നെയാണ്. 2019 മുതൽ ഉപയോഗിക്കുന്ന പാത്രമാണ്. സ്ഥിരമായിട്ട് ഉപയോഗിച്ച നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിൻ്റെ കുറച്ച് കേടുപാടുകൾ ഉണ്ടെന്നല്ലാണ്ട് സാധനം ഓക്കെയാണ്. ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനാണ് കൂടുതൽ, എന്തെങ്കിലും മൂപ്പിക്കാനുണ്ടെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. നല്ല പാത്രമാണ് കേട്ടോ. പിന്നെ ഞാൻ പണ്ടൊന്നും ഇതിൽ ഫ്രൈയിങ് ഒന്നും ചെയ്യാറില്ല. ഫ്രൈ പാനാണെങ്കിലും പണ്ടും ഇല്ല, പിന്നെ ഇപ്പോഴും തീരെയില്ല. പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു പാത്രം ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചൊരു കുഴിയുള്ള ഒരു പാത്രമാണ്. പിന്നെ ഇതും അതെ ഇൻഡസ് വാലിയുടെ പാത്രമാണ്. നമ്മൾ ആ ബ്ലൂ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരണതാണ്. ഇതും അതെ ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള ഒരു പാത്രമാണ്. പക്ഷെ ഇത് മറ്റേതിൻ്റെ അത്രയ്ക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് പോയിട്ടില്ല കേട്ടോ. ഞാൻ അധികം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, മറ്റേതിനെക്കാട്ടിലും കുറവാണ് ഇത് ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ടും കൂടിയിട്ടായിരിക്കും.
കുട്ടികൾ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുക. അതിന് എളുപ്പത്തിൽ വേഗം ആവും കേട്ടോ. അടുപ്പത്ത് വെച്ചാൽ തന്നെ ചൂട് പിടിക്കും. കുറച്ച് നമ്മൾ ചൂടാക്കിയിട്ട് വെച്ചാൽ മതി. ഇതിന് ലിഡ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ കടായിക്ക് ലിഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ 2 പാത്രങ്ങൾ വലിയ ഗുണമില്ലാത്ത പാത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല കനമുള്ള പാത്രങ്ങൾ, വലിയ പാത്രങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എൻ്റെ കയ്യിന് കൊള്ളുന്ന മാത്രം ഞാൻ ഉപയോഗിക്കാം. ഞങ്ങൾക്ക് അത്രയല്ലേ വേണ്ടുള്ളൂ. പിന്നെ എൻ്റെ സോസ് പാൻ ഞാൻ 3 എണ്ണമാണ് ഇപ്പം ഉപയോഗിക്കുന്നത്. അതിൽ ഈ ഒരെണ്ണം കഴിഞ്ഞൊരു മാസമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇത് ഒമി ഷെഫ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് വായിച്ചെന്നാണ് പ്രൊമോഷന് വേണ്ടിയിട്ട്. വല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ വെള്ളമൊക്കെ തിളപ്പിക്കില്ലേ നമ്മൾ, ജീരക വെള്ളമൊക്കെ, അതിനൊക്കെയാണ് കൂടുതൽ. കറയാവുന്ന അധികം സാധനങ്ങളൊന്നും ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ചായപാത്രമാണ്. ചായപാത്രം അതിനകത്ത് പാല് തിളപ്പിക്കാനും ചായ വെക്കാനും ഒക്കെ ഉപയോഗിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ട് കേട്ടോ. രാവിലെ വൈകുന്നേരം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെയാണ് അതിമ്മ കാണുന്ന. ഇനിയിപ്പോൾ പാത്രം എന്തിങ്ങനെ ഇരിക്കണമെന്നും പറയണ്ട, ഡെയിലി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ആയതാണ്. ഞാനെല്ലാം എൻ്റെ മക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആരുപയോഗിച്ചാലും പാത്രം കണി ഞാനാണ്. അപ്പോൾ അതെ ഇങ്ങനെ ചായപാത്രത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ അതിനുണ്ട് കേട്ടോ. നല്ല വർക്കത്തുള്ള ചായപാത്രം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രം. ഇതിനൊരു ലിഡ് ഉണ്ടായിരുന്നു, ആ ലിഡും കേടായി പോയി കേട്ടോ. പിന്നെ ഉള്ള പാത്രച്ചാല്, ഇത് ഞാൻ സോയ ചൂടാക്കാൻ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങാനൊക്കെ എടുക്കുന്ന ഒരു പാത്രം. ഇത് ആമസോണിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടുന്നോ മേടിച്ചതാണ്, ലിങ്ക് ഇട്ടാണ് ഇടാം. ഇനി എൻ്റെ കുക്കറുകൾ നോക്കുകയാണെങ്കിൽ വെച്ചാൽ 2 കുക്കറാണ് ഞാനിപ്പോൾ കറൻറ്റ് യൂസ് ചെയ്യണത്. ഇത് ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചെന്ന കുക്കറാണ്, 5 ലിറ്ററിൻ്റെ കുക്കർ. പക്ഷെ അധികം ഉപയോഗിച്ചിട്ടില്ല, ഒരു 10 പ്രാവശ്യത്തിന് ചുവടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് ഇതിങ്ങനെ പുതിയതായിട്ട് ഇരിക്കണേ. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് അത്ര ആവശ്യമില്ല. നമ്മൾ ഞാൻ ചോറ് കുക്കർ ഇതിലല്ലല്ലോ വെക്കുക. പിന്നെ ഈ കറി വെക്കാനായിട്ട് അതും എനിക്ക് ഇത്ര വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് 3 ലിറ്ററിൻ്റെ വേറൊരു കുക്കറുണ്ട്, അതാണ് ഉപയോഗിക്കുക. എന്നാലും ഇതിങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അടുക്കളയിൽ ഇങ്ങനെ കൈയെത്തുന്ന ദൂരത്തുണ്ടാവും. പിന്നെ ഉള്ളതാണ് കെങ്കേമായിട്ടുള്ള കുക്കർ. ഇതിൻ്റെ സ്വലയിൽ നിന്ന് തന്നെ അയച്ചെന്നാണ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ചൊന്നും ഇല്ലേന്ന്? ഇല്ല. എന്താ വെച്ചാൽ ഇത് എനിക്ക് എൻ്റെ വരുമാനത്തിൽ നിന്ന് കിട്ടിയതാന്ന് തന്നെ ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കണേ. കഷ്ടപ്പെടാണ്ട് എനിക്ക് അവർ വെറുതെ തരില്ലല്ലോ. ഞാൻ അവർക്ക് വേണ്ടി ഒരു ജോലി, ഇത് എൻ്റെ ഭാഗമായിട്ടാണ് അവരിതൊക്കെ എനിക്ക് തന്നിട്ടില്ലേ. അതുകൊണ്ട് ഇതെൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെയാട്ടോ ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഈ കുക്കർ കുറേ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗ്രിപ്പൊക്കെ പോയിട്ടുണ്ട്, മറ്റേ പിടുത്തത്തിൻ്റെ മുകളിലത്തെ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഒത്തിരി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അത് കളയില്ലല്ലോ. പിന്നെ ഇത് ഞാൻ കാശ് കൊടുത്തിട്ട് മേടിച്ചതാട്ടോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത്. ഇത് ഏത് സൈറ്റിൽ നിന്നാണ് എനിക്ക് ഓർമ്മയില്ല, ആമസോണാണോ ഫ്ലിപ്കാർട്ടാണോ എനിക്ക് ഓർമ്മയില്ല. ആദ്യം വാങ്ങിയ നോൺ സ്റ്റിക്കിൻ്റെ കാസ്റ്റ് അയണിൻ്റെ ഒരു കടായിയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പേരി ഉണ്ടാക്കാനും പപ്പടം കാച്ചാനും വറക്കാനും പൊരിക്കാനും ഒക്കേറ്റിനും എടുക്കണ പാത്രമാണ്, അത്ര ഇഷ്ടമാണ്. പിന്നെ ഇത് ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന വലിയ കടായിയാണ്. നല്ല കേട്ടോ, കണ്ട് തന്നെ അറിയാമല്ലോ, ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു കടായിയാണ്. കൂട്ടാൻ വയ്ക്കാനും വറക്കാനും പൊരിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട്, നല്ലതാണ്. പിന്നെ ഞാനിങ്ങനെ എനിക്ക് കാസ്റ്റ് അയൺ പാത്രങ്ങൾ കുറേ ഞാൻ മാറി മാറി ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കാൻ തന്നെ ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ല നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഈ സ്കില്ലറ്റ് ഞാൻ ഒരു 4-5 മാസമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെയാണ് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു എന്താ പറയുക തുരുമ്പ് മാതിരി ഇരിക്കണേ. അപ്പം ഇതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ കാസ്റ്റ് അയൺ പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കണം. ഇതിപ്പോൾ എണ്ണ വരട്ടി മാറ്റിച്ചാലും കുറേ കാലം കഴിയുമ്പോൾ കളർ കാണാറുണ്ട്. പിന്നെ എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ ഇടയ്ക്കും തലക്കിലും ഈ ഒരു അപ്പച്ചട്ടി ഞാൻ വറവിടാനൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതാണ് എടുക്കാറുള്ളത്. എന്താ വെച്ചാൽ എന്നും ചപ്പാത്തി അച്ചുവിന്. അപ്പം എനിക്ക് കാസ്റ്റ് അയൺ പാത്രം കഴുകി ഉണക്കി എനിക്കൊരു മടി കാരണം ഞാൻ ഇതെടുക്കാറ്. ദോശ ഉണ്ടാക്കാൻ ആ ഒരു പാൻ എടുക്കാറ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ എൻ്റെ കയ്യിലുള്ളത് സെറാമിക്കിൻ്റെ കോട്ടിംഗ് ഉള്ള ഒരു വലിയ പാത്രം ഇൻഡസ് വാലി ഇതാണ് മേയറിന്ന് അയച്ചെന്നതായിരുന്നു. അപ്പോൾ അതും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ വീഡിയോ കുറേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും പാത്രങ്ങളൊക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോനായിട്ടും എൻ്റെ വീട്ടിനകത്തും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. കിട്ടുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. ടാറ്റാ.